ഹലോ, എല്ലാവർക്കും അനന്തസ് ലേണിംഗ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി സീരീസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദ വേർഡ്സ് റിലേറ്റഡ് ടു ഫിയർ, പേടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് ഇന്നും നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സെഷൻ എടുക്കാനുള്ള കാര്യം, ഒരുപാട് എക്സാമുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമുകളായിക്കോട്ടെ മിക്ക എക്സാമുകൾക്കും 1 അല്ലെങ്കിൽ 2 മാർക്കിന് ഈ ഒരു ഫിയറുമായിട്ട് ബന്ധപ്പെട്ട വൊക്കാബുലറി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കാൻ തന്നെ കാരണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ്, ഈ വേർഡ്സ് റിലേറ്റഡ് ടു ഫിയർ എന്ന് പറയുന്നതിന് ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ പേടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴിയാണ് ഫോബിയ എന്ന വാക്ക്. ആ ഒരു വാക്കിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നിരിക്കുന്ന വൊക്കാബുലറിയിലുള്ള വാക്കിൽ ഫോബിയ എന്നൊരു വാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ ഫിയർ. ഓക്കെ, സോ എന്താ ഫോബിയ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഫോബിയ ഈസ് ആൻ അൺകൺട്രോളബിൾ, ഇറാഷണൽ ആൻഡ് ലാസ്റ്റിംഗ് ഫിയർ ഓഫ് എ സർട്ടൺ ഒബ്ജക്ട്, സിറ്റുവേഷൻ ഓർ ആക്ടിവിറ്റി. ഒരു പ്രവൃത്തിയുടെയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനോടോ ഉള്ള ഭയങ്കരമായ ഒരു പേടിയാണ് ഫോബിയ എന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയാം. അപ്പോൾ ഈ ഫോബിയയുമായിട്ട് റിലേറ്റ് ചെയ്ത വാക്കുകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലിവിങ് തിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫോബിയകളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സൂഫോബിയ. എന്താ സൂഫോബിയ എന്ന് വെച്ചാൽ? സൂഫോബിയ എന്ന് വെച്ചാൽ എന്താ? സുവോളജി, എന്താ? സ്റ്റഡി ഓഫ് ആനിമൽസ് ആണ് അല്ലെ. സോ സൂഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ സൂഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ആനിമൽസ് എവിടെയാണ് കാണുന്നത്? സൂവിലാണ് കാണുന്നത്. സോ സൂഫോബിയ. ഓക്കെ, എളുപ്പമല്ലേ? രണ്ടാമത്തെ വാക്ക് സൈനോഫോബിയ. സൈനോഫോബിയ ഇസ് എ ഫിയർ ഓഫ് ഡോഗ്സ്. നമ്മള് ഡോഗ്സിന് മറ്റൊരു പേരാണ് കെനൈൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. കെനൈൻ അതെന്ന് പറയുന്നത് സി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. സോ സൈനോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ഡോഗ്സ് ആണ് നമ്മൾ സൈനോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് എൻഡമോഫോബിയ. എന്താ എൻഡമോഫോബിയ? എളുപ്പമാണ്, ഫിയർ ഓഫ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഷഡ്പദങ്ങൾ അല്ലേ. അപ്പൊ ഇൻസെക്ടിനെ പറ്റിയുള്ള സ്റ്റഡിയെ നമ്മളൊരു പേര് പറയും, എന്താണ്? എൻറ്റുമോളജി. കേട്ടിട്ടുണ്ടോ? എൻറ്റുമോളജി. എൻറ്റുമോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസെക്റ്റുകളെയാണ്, ഇൻസെക്ട്സ് ആണ് എൻറ്റുമോളജി എന്ന് പറയുന്നത്. സോ എൻറ്റുമോഫോബിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പോൾ ഫിയർ ഓഫ് ഇൻസെക്ട്സ് ആയിരിക്കും എൻറ്റുമോഫോബിയ എന്ന് പറയുന്നത്. നാലാമത്തെ വാക്ക് മ്യൂസോഫോബിയ. എന്നൊക്കെ പറയാം. എന്താ മ്യൂസോഫോബിയ? പേര് തന്നെയുണ്ട്, മ്യൂസോ, മൗസ് അല്ലെ. സോ ഫിയർ ഓഫ് മൈസ് അല്ലെങ്കിൽ എലികളെ പേടിയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മ്യൂസോഫോബിയ എന്ന് പറയുന്നത്. മ്യൂസോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് മൈസ്. പിന്നെ ഒരു വാക്കുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. മ്യൂസോഫോബിയയുടെ കൂടെ അറിയേണ്ട വാക്കാണ് മൈസോഫോബിയ. ഇങ്ങനെ ഒരു വാക്കുണ്ട്, മൈസോഫോബിയയും ഉണ്ട്, മ്യൂസോഫോബിയയും ഉണ്ട്. എന്താ ഈ മൈസോഫോബിയ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ ഫിയർ ഓഫ് ഡർട്ട് ആണ്. ഡർട്ട് എന്ന് വെച്ചാൽ അഴുക്കിനെ പേടി, അഴുക്കിനോടുള്ള ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പേടിയാണ് നമ്മൾ മൈസോഫോബിയ എന്ന് പറയുന്നത്. സോ തിരിഞ്ഞു പോകരുത്. മുസോഫോബിയയും അല്ലെങ്കിൽ മ്യൂസോഫോബിയയും മൈസോഫോബിയയും തിരിഞ്ഞു പോകരുത്. മ്യൂസോഫോബിയ ആണ് ഫിയർ ഓഫ് മൗസ് അല്ലെങ്കിൽ മൈസ് എന്ന് പറയുന്നത്. മൈസോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ഡർട്ട്. എഴുതി തന്നെ വെച്ചേക്കണം, തിരിഞ്ഞു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് വാക്ക് ലെപ്പിഡോഫോബിയ. എന്താ ലെപ്പിഡോഫോബിയ? ഇത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്കും, ഒരു 100-ൽ 98 പേരെടുത്താലും ഈ ഒരു ജീവിയെ പേടിയാണ്. ഏതായിരിക്കും? ലെപ്പിഡോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് സ്നേക്ക്. പാമ്പുകളെ പേടി, പാമ്പിനോടുള്ള ഒരു പേടിയാണ് നമ്മൾ ലെപ്പിഡോഫോബിയ എന്ന് പറയുന്നത്. ലെപ്പിഡോഫോബിയക്ക് മറ്റൊരു, അല്ലെങ്കിൽ ഫിയർ ഓഫ് സ്നേക്കിന് വേറൊരു വേർഡും കൂടി ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒഫീഡിയോഫോബിയ എന്ന് പറയുന്നത്. ഒഫീഡിയോ, ഒഫീഡിയോഫോബിയ, ഇങ്ങനെയും ഒരു വാക്കുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ റിലേറ്റഡ് ടു ഫിയർ ഓഫ് സ്നേക്സ്. ഇങ്ങനെയും ചോദിച്ചു കാണാം. ലെപ്പിഡോഫോബിയേക്കാളും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ വാക്കാണ്, ഒഫീഡിയോഫോബിയ. ഓക്കെ ആണോ? അപ്പൊ സൂഫോബിയ, സൈനോഫോബിയ, എൻഡോമോഫോബിയ, മ്യൂസോഫോബിയ ആൻഡ് ലെപ്പിഡോഫോബിയ. നെക്സ്റ്റ് ഓർണിത്തോഫോബിയ. എളുപ്പമാണ്, ആ പേര് തന്നെയുണ്ട്, ഓർണിത്തോളജി. എന്താ? സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് ഓർണിത്തോളജി. അപ്പോ ഫിയർ ഓഫ് ബേർഡ്സ്, പക്ഷികളെ പേടിയുള്ളതിനെയാണ് നമ്മൾ ഓർണിത്തോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്ക് എപ്പിഫോബിയ. എപ്പി എന്താ?
എപ്പിയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എപ്പിയറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെയാണ് എപ്പിയറി എന്ന് വെച്ചാൽ എന്താ? വാട്ട് യു മീൻ ബൈ എപ്പിയറി? APIARY ഈസ് ദ സ്പേസ് ഫോർ ബീസ് അല്ലെ. ബീസിനെ, തേനീച്ചകളെ വളർത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പിയറി എന്ന് പറയുന്നത്. സോ എപ്പിഫോബിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിയർ ഓഫ് ബീസിനെയാണ് നമ്മൾ എപ്പിഫോബിയ എന്ന് പറയുന്നത്. അടുത്ത വാക്കാണ് അരാക്നോഫോബിയ. അരാക്നോഫോബിയ എന്താ? ഇറ്റ് ഈസ് ദ ഫിയർ ഓഫ് സ്പൈഡർ, അല്ലെങ്കിൽ ചിലന്തികളെ പേടിയുള്ളവരെയാണ് നമ്മൾ അരാക്നോഫോബിക് പീപ്പിൾ എന്ന് പറയുന്നത്. എന്താ? ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും പേടിയുള്ള ഒരു കുഞ്ഞു ജീവിയാണ് ഈ സ്പൈഡേഴ്സ് എന്ന് പറയുന്നത്. സോ അരാക്നോഫോബിയയാണ് നമ്മൾ ആ സ്പൈഡറിനോടുള്ള പേടിയെ നമ്മൾ അരാക്നോഫോബിയ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നെക്സ്റ്റ് ആൻതോഫോബിയ. ആൻതോഫോബിയ എന്താ? ആന്തോറിയം കേട്ടിട്ടുണ്ടല്ലേ? ആന്തോളജി എന്താ? വാട്ട് യു മീൻ ബൈ ആന്തോളജി? ആന്തോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ആന്തോളജി എന്ന് പറയുന്നത്. സോ ആന്തോഫോബിയ ഈസ് ദ സ്റ്റഡി അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പം നമ്മൾ ഈ ഒരു പഠിക്കുന്നതിന്റെ കൂട്ടത്തില് ഈ ഫിയർ മാത്രമല്ല, സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സും കൂടെ പഠിക്കുകയാണ്. എന്താണ്? സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ആന്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ വേർഡും നോട്ട് ചെയ്ത് തന്നെ പോവാം. നെക്സ്റ്റ് ആന്ത്രോപോഫോബിയ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ്. ആന്ത്രപ്പോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യരെ പേടിയുള്ളവരെയാണ് നമ്മൾ ആന്ത്രപ്പോഫോബിക് പീപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്ത്രോഫോബിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിയർ ഓഫ് പീപ്പിൾ, ഫിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, നെക്സ്റ്റ് എയ്ലുറോഫോബിയ. നമ്മൾ സൈനോഫോബിയ പഠിച്ചു. എന്താണ്? നായകളെ, പട്ടികളെ പേടിയുള്ളവരെയാണ് സൈനോഫോബിക് എന്ന് പറയുന്നത്. അപ്പൊ എയ്ലുറോഫോബിയ എന്താണ്? പൂച്ചകളെ പേടിയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയ്ലുറോഫോബിയ, അല്ലെങ്കിൽ ഫിയർ ഓഫ് കാറ്റ്സിനെയാണ് നമ്മൾ എയ്ലുറോഫോബിയ എന്ന് പറയുന്നത്. ഇത് പഠിക്കുക തന്നെ വേണം, മാറിപ്പോകരുത്. എയ്ലുറോഫോബിയ. നെക്സ്റ്റ് ബാക്ടീരിയോഫോബിയ. പേര് തന്നെ ഉണ്ട്. എന്താണ്? ഫിയർ ഓഫ് ബാക്ടീരിയാസ് ആണ്. ഗൈനോഫോബിയ. ഗൈനോഫോബിയ എന്താ? നമ്മള് ആ വേർഡ് നോക്കിയാൽ മനസ്സിലാവും. ഗൈനോ ഗ്രീക്കിൽ നമ്മൾ പറയുന്നത് വിമനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗൈനോ എന്നുകൊണ്ടുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത്. സോ ഗൈനോക്കോളജിസ്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സോ ഗൈനോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് വിമൻ. സ്ത്രീകളെ പേടിയുള്ളതിനെയാണ് നമ്മൾ ഗൈനോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ മാനിനെ പേടിയുള്ളതാണെങ്കിലോ, പുരുഷന്മാരെ പേടിയുള്ളതാണെങ്കിലോ അതിനെ ആൻഡ്രോഫോബിയ എന്നാണ് പറയുന്നത്. ആൻഡ്രോജൻ എന്ന് പറഞ്ഞിട്ട് ഹോർമോണൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ ആൻഡ്രോഫോബിയ എന്താണ്? ആൻഡ്രോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് മാൻ. ഫിയർ ഓഫ് മാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൻഡ്രോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോക്കോഫോബിയ. എന്താ ടോക്കോഫോബിയ? ടോക്കോഫോബിയ ഇസ് എ ഫിയർ ഓഫ് ചൈൽഡ് ബർത്ത് ഓർ പ്രഗ്നൻസി. കുട്ടികളെ പ്രസവിക്കാനുള്ള ഒരു ഭയത്തെയാണ് നമ്മൾ ടോക്കോഫോബിയ എന്ന് പറയുന്നത്. അത് പഠിക്കുക തന്നെ വേണം, ആ വാക്ക് മറന്നു പോകരുത്. ടോക്കോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ടോക്കോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ചൈൽഡ് ബർത്ത്. ഇത് ടോക്കോഫോബിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു വാക്ക് വരുന്നുണ്ട്, ടാക്കോഫോബിയ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കും. ടാക്കോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് സ്പീഡ് ആണ്. അതിപ്പോ വേണ്ട, ഇപ്പം ലിവിങ് തിങ്സിന്റെ കൂട്ടത്തിൽ ഇതങ്ങ് പോട്ടെ. ടോക്കോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ചൈൽഡ് ബർത്ത് ആണ്. തിരിഞ്ഞു പോകരുത്. ടോക്കോ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി, ഫിയർ ഓഫ് പ്രഗ്നൻസിയാണ് നമ്മൾ ടോക്കോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് പീഡോഫോബിയ. നമ്മൾ പീഡിയാട്രീഷ്യൻ. എന്താ പീഡിയാട്രീഷ്യൻ? ആരാ? കുട്ടികളെ ചികിത്സിക്കുന്ന ആളാണ് അല്ലെ. കുട്ടികളെ ചികിത്സിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെയാണ് നമ്മൾ പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്നത്. സോ പീഡിയോഫോബിയ എന്ന് പറയുന്നത് എന്താണ്? ഫിയർ ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ പേടിയുള്ളവരെയാണ് നമ്മൾ പീഡോഫോബിയ, പീഡിയാട്രീഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ പീഡിയോഫോബിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എളുപ്പമാണ്. ഐലുറോഫോബിയയും ടോക്കോഫോബിയയും തുടങ്ങിയ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാം. ഇനി റൂട്ട് വേർഡ്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത ഫസ്റ്റ് വൺ ഫോട്ടോഫോബിയ. ഫോട്ടോ എന്താ? ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസിന്തസിസ് കേട്ടിട്ടുണ്ടല്ലേ. ഫോട്ടോൺസ് എന്താണ്? ലൈറ്റിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ ഫോട്ടോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത ടോക്സിഫോബിയ. പേര് തന്നെയുണ്ട്, ടോക്സിഫോബിയ. ടോക്സിക്, ടോക്സിൻ, പോയിസൺ അല്ലെങ്കിൽ വിഷത്തെ പേടിയുള്ളതിനെയാണ് നമ്മൾ ടോക്സിഫോബിയ എന്ന് പറയുന്നത്. അടുത്ത ടെക്നോഫോബിയ.
ടെക്നോഫോബിയ. ടെക്നോ എന്ന് വെച്ചാൽ എന്താ? ടെക്നോളജി അല്ലെ. സോ ഫിയർ ഓഫ് ടെക്നോളജിയാണ് നമ്മൾ ടെക്നോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് നിയോഫോബിയ. നിയോ എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിയോ എന്ന വാക്കിന്റെ മീനിങ് പുതിയത് അല്ലെ. ന്യൂ തിങ്സ് അല്ലെങ്കിൽ പുതിയ വസ്തുക്കളെ പേടി, അതിനെയാണ് നമ്മൾ നിയോഫോബിയ എന്ന് പറയുന്നത്. മ്യൂസിക്കോഫോബിയ, പേര് തന്നെയുണ്ട്, ഫിയർ ഓഫ് മ്യൂസിക്, അതിനെയാണ് നമ്മൾ മ്യൂസിക്കോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് മൈക്രോഫോബിയ. എന്താ മൈക്രോഫോബിയ? മൈക്രോഫോബിയ എന്ന് വെച്ചാൽ മൈക്രോ, വളരെ ചെറുതെന്നാണ് മൈക്രോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്താ മൈക്രോ എത്രയാണ്? മൈക്രോ എന്ന് പറയുന്നത് 10⁻⁻6 ആണ് അല്ലെ. മൈക്രോമീറ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് 10⁻⁻6 മീറ്ററിനെയാണ് നമ്മൾ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. സോ മൈക്രോ എന്ന് വെച്ചാൽ എന്താ, അല്ലെങ്കിൽ മൈക്രോഫോബിയ എന്ന് വെച്ചാൽ എന്താ? വളരെ ചെറിയ വസ്തുക്കളുമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ വസ്തുക്കളെ പേടിയുള്ളതിനെയാണ് നമ്മൾ മൈക്രോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, പൊടി അല്ലെ. പൊടി, ഡസ്റ്റ് എന്ന് പറയുന്നത് പൊടിയാണ്. അപ്പൊ ആ പൊടിയെ പേടിയുള്ളവരെ നമ്മൾ മൈക്രോഫോബിയ എന്നാണോ പറയുന്നത്? അവിടെ അതല്ല, മൈക്രോഫോബിയ അല്ല. ഡസ്റ്റിനെ പേടിയുള്ളവർ നമ്മളൊരു വാക്ക് പറയും, ഡസ്റ്റിനെ, ഫിയർ ഓഫ് ഡസ്റ്റിനെയാണ് നമ്മൾ കോണിയോഫോബിയ എന്ന് പറയുന്നത്. എന്താണ്? കോണിയോഫോബിയ. കോണിയോഫോബിയ ഈസ് ദ ഫിയർ ഓഫ് ഡസ്റ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പം വളരെ ചെറിയ വസ്തുക്കളോടുള്ള പേടി മൈക്രോഫോബിയ. അടുത്ത ക്രോമോഫോബിയ. ക്രോമോ എന്താണ്? ക്രോമോ കളേഴ്സ് അല്ലെ. ക്രോമോ, അപ്പൊ ഫിയർ ഓഫ് കളേഴ്സിനെയാണ് ക്രോമോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ക്രോണോഫോബിയ. തിരിഞ്ഞു പോകരുത്. എന്താ ക്രോണോഫോബിയ? ക്രോണോഗ്രാഫിക്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറ്റേ ഫിൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ വന്ന് വാച്ചിന്റെ കാര്യം പറയാറില്ലേ, ക്രോണോ. അപ്പൊ ക്രോണോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ടൈം. അപ്പോ സമയത്തെ പേടിയുള്ളവയാണ് നമ്മൾ ക്രോണോഫോബിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അക്വസ്റ്റിക്കോഫോബിയ. അക്വസ്റ്റിക്സ് എന്താ? സ്റ്റഡി ഓഫ് സൗണ്ട്സ്. അപ്പൊ അക്വസ്റ്റിക്കോഫോബിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫിയർ ഓഫ് സൗണ്ട് ആയിരിക്കും അക്വസ്റ്റിക്കോഫോബിയ. അപ്പൊ അക്വസ്റ്റിക്സ് എന്ന് വെച്ചാൽ സൗണ്ടിനെ പറ്റിയുള്ള പഠനം, അത് മറന്നുപോയത്. അക്വസ്റ്റിക്സ്, സ്റ്റഡി ഓഫ് സൗണ്ട്സ്. സ്റ്റഡി ഓഫ് സൗണ്ട് ആണ് അക്വസ്റ്റിക്സ് അല്ലെ. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് സ്റ്റഡി ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഫിയർ ഓഫ് സൗണ്ടിനെ അക്വസ്റ്റിക്കോഫോബിയ എന്ന് പറയാം. അടുത്ത മെറ്റലോഫോബിയ എന്തായിരിക്കും? മെറ്റൽസിനെ പേടിയുള്ളവ, ഫിയർ ഓഫ് മെറ്റൽസിനെയാണ് മെറ്റലോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ക്ലെപ്റ്റോഫോബിയ. ക്ലെപ്റ്റോഫോബിയ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഈ ഒരു വാക്ക് ക്ലെപ്റ്റോമേനിയാക്ക് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ ക്ലെപ്റ്റോമേനിയാക്ക്? മോഷ്ടിക്കുക അല്ലെങ്കിൽ മോഷണം ചെയ്യാനുള്ള ടെൻഡൻസി ആയിട്ട് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്ലെപ്റ്റോമേനിയാക്ക് എന്ന് പറയുന്നത്. ആ ഒരു മോഷ്ടിക്കണം എന്ന ചിന്ത അവരിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ക്ലെപ്റ്റോമേനിയാക്ക് എന്ന് പറയും. മോഷ്ടിക്കാൻ പേടിയുള്ളവരെ, മോഷണത്തെ പേടിയുള്ളവരെ നമ്മൾ ക്ലെപ്റ്റോഫോബിക് എന്ന് പറയും. അല്ലെങ്കിൽ ക്ലെപ്റ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് സ്റ്റീലിംഗ് ആണ്. മോഷണത്തെ പേടിയുള്ളവരെയാണ് നമ്മൾ ക്ലെപ്റ്റോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എയ്റോഫോബിയ. പേര് തന്നെയുണ്ട്, എയ്റോ. എന്താണ്? ഫിയർ ഓഫ് എയർപ്ലെയിൻ. എയർപ്ലെയിനിൽ പോകാനോ അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാനോ, അത്രയും ഉയരത്തിൽ എയർപ്ലെയിനിലൂടെ സഞ്ചരിക്കാനുള്ള പേടിയാണ് നമ്മൾ എയ്റോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൈറോഫോബിയ. പൈറോ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈറോ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫയർ ആണ്. ഓക്കെ, ഫയർ. സോ പൈറോഫോബിയ എന്തായിരിക്കും? ഫിയർ ഓഫ് ഫയറിനെയാണ് നമ്മൾ പൈറോഫോബിയ എന്ന് പറയുന്നത്. ഹീമോഫോബിയ, ഹീമോഗ്ലോബിൻ ആലോചിച്ചാൽ മതി. ഹീമോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ബ്ലഡ് ആണ്. നെക്സ്റ്റ് കാർസിനോഫോബിയ. കാർസിനോജൻസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് കോസസ് ക്യാൻസർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർസിനോജൻസ് അല്ലെ. അപ്പൊ കാർസിനോഫോബിയ എന്തായിരിക്കും? ഫിയർ ഓഫ് ക്യാൻസർ ഉണ്ടോ എന്നുള്ള പേടിയാണ് നമ്മൾ കാർസിനോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്ക് കാർഡിയോഫോബിയ. കാർഡിയോളജിസ്റ്റ്. എന്തിനാണ്? ഡോക്ടർ സ്പെഷ്യലൈസിങ് ഇൻ ഹാർട്ട് ഡിസീസസ് അല്ലെ. അപ്പോ കാർഡിയോഫോബിയ എന്തായിരിക്കും? കാർഡിയോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഹാർട്ട് ഡിസീസ്. ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം ഞാൻ മരിച്ചു പോകുമോ തുടങ്ങിയ പേടിയുള്ളതിനെയാണ് നമ്മൾ കാർഡിയോഫോബിക് അല്ലെങ്കിൽ കാർഡിയോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ കാർഡിയോളജിസ്റ്റ് അത് ആലോചിച്ച് വെച്ചോളാം. കാർഡിയോളജി. ഓക്കെ, കാർഡിയോളജി ആണ് സ്റ്റഡി ഓഫ് ഹാർട്ട്.
ഹാർട്ട്, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് കാർഡിയോളജി. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? ക്യാൻസറിന്റെ സ്റ്റഡി ഓഫ് ക്യാൻസർ എന്താണ്? അതൊരിക്കലും കാർസിനോളജി അല്ല, ഇറ്റ് ഈസ് ഓൺകോളജി. എന്താണ്? ഓൺകോളജി ആണ് സ്റ്റഡി ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺകോളജി. നെക്സ്റ്റ് ആൽഗോഫോബിയ. ആൽഗോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ആൽഗോഫോബിയ എന്ന് വെച്ചാൽ വേദനയെ പേടിയുള്ളവയാണ് നമ്മൾ ആൽഗോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് പെയിൻ, അതാണ് ആൽഗോഫോബിയ എന്ന് പറയുന്നത്. അത് മറന്നു പോകരുത്. ആൽഗോഫോബിയ എന്താണ്? ഫിയർ ഓഫ് പെയിൻ. അത് റൂട്ട് വേർഡിൽ ഉള്ളതല്ല, എന്നിരുന്നാലും അറിഞ്ഞിരിക്കും. ഇതിന്റെ കൂട്ടത്തിലൊന്നും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ക്യാൻസറും ഹാർട്ട് ഡിസീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. ആൽഗോഫോബിയ എന്താണ്? ഫിയർ ഓഫ് പെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഇനിയും വാക്കുകളുണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ നോക്കണമല്ലോ. അപ്പോ ആന്തോഫോബിയ, ഫസ്റ്റ് വേർഡ് ആന്തോഫോബിയ, മാച്ച് ദ ഫോളോയിങ് ആണ്. ആന്തോഫോബിയ എന്താണ്? ആന്തോഫോബിയ ആന്തോളജി നമ്മൾ പറഞ്ഞു അല്ലേ. ആന്തോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ആന്തോഫോബിയ എന്ന് പറയുന്നത്. ആന്ത്രപ്പോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. അപ്പോ ഫിയർ ഓഫ് ഹ്യൂമൻ ആയിരിക്കും ആന്ത്രപ്പോഫോബിയ, അതായിരിക്കും. നെക്സ്റ്റ് ടോക്കോഫോബിയ. ഞാൻ പറഞ്ഞു ടോക്കോയും ടാക്കോഫോബിയയും തിരിഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. ടോക്കോഫോബിയ എന്താണ്? ചൈൽഡ് ബെർത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിയെ പേടിയുള്ളവയാണ് നമ്മൾ ടോക്കോഫോബിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. നെക്സ്റ്റ് ഒഫീഡിയോഫോബിയ. പറഞ്ഞേ, ഒഫീഡിയോഫോബിയ എന്താണ്? ഒഫീഡിയോഫോബിയ എന്ന് പറഞ്ഞല്ല ഞാൻ ആദ്യം പഠിപ്പിച്ചത്, ലെപ്പിഡോഫോബിയ എന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചത്. 100-ൽ 98% ആൾക്കാർക്കും പേടിയുള്ള ഒരു ജീവി ഉണ്ടല്ലോ, ഏതാണ്? പാമ്പ് അല്ലെ. പാമ്പിനെ പേടിയാണ് അല്ലെ. അപ്പം ഫിയർ ഓഫ് സ്നേക്സ്, അതിനെയാണ് നമ്മൾ ഒഫീഡിയോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത മൈസോഫോബിയ. മൈസോഫോബിയ എന്താ? ഫിയർ ഓഫ് മൗസ് ആണോ അല്ലെങ്കിൽ മൈസ് ആണോ? അല്ല, മൈസോഫോബിയ ഞാൻ എടുത്തു പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഫിയർ ഓഫ് ഡർട്ട് ആണ്. അഴുക്കിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ മൈസോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ റാറ്റിനെ പേടിയുള്ളതിന് എന്താണ്? അല്ലെങ്കിൽ റാറ്റ് അല്ലെങ്കിൽ മൗസിനെ പേടിയുള്ളതിനെ നമ്മൾ എന്താ പറയുന്നത്? മുസോഫോബിയ എന്നാണ്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. മുസോഫോബിയ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. അപ്പൊ കോണിയോഫോബിയ എന്താ? കോണിയോഫോബിയ അത് ഞാൻ ഒരു എക്സെപ്ഷണൽ കേസിന്റെ കൂട്ടത്തിലാണ് പറഞ്ഞത്. കോണിയോഫോബിയ വളരെ ചെറിയ വസ്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. കോണിയോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് ഡസ്റ്റിനെ പേടി, പൊടിയെ പേടിയുള്ളതിനെയാണ് കോണിയോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് ക്രോണോഫോബിയ. വാച്ചിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ വാച്ചിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ. സോ ക്രോണോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ടൈം ആണ്. ഓക്കെ, ഫിയർ ഓഫ് ടൈം. ആൻഡ്രോഫോബിയ എന്താ? ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കാര്യമൊക്കെ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞാണ്. ആൻഡ്രോഫോബിയ ഫിയർ ഓഫ് മാൻ അല്ലെ. ഫിയർ ഓഫ് മാനിനെയാണ് നമ്മൾ ആൻഡ്രോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് മാൻ നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. സോ ആൻഡ്രോഫോബിയ, ഫിയർ ഓഫ് മാൻ. ഓക്കെ, അടുത്തത് സൈനോഫോബിയ എന്താ? സൈനോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? സൈനോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡോഗ്സിനെയാണ് നമ്മൾ സൈനോഫോബിയ എന്ന് പറയുന്നത്. സൈനോ, കനൈൻ എന്നൊക്കെ പറഞ്ഞു, സി ഒക്കെ ആലോചിക്കണേന്ന് പറഞ്ഞില്ലേ. സോ സൈനോഫോബിയ ആണ് ഫിയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലെപ്റ്റോഫോബിയ. ക്ലെപ്റ്റോമേനിയാക്ക് ഞാൻ പറഞ്ഞില്ലേ. ക്ലെപ്റ്റോമേനിയാക്ക് ആരായിരുന്നു? മോഷണം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്ലെപ്റ്റോമേനിയാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്ലെപ്റ്റോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് സ്റ്റീലിംഗ് ആണ്, മോഷണത്തെ ഭയം, അതിനെയാണ് നമ്മൾ ക്ലെപ്റ്റോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് ആൽഗോഫോബിയ ഫിയർ ഓഫ് ആൽഗയാണോ? അല്ല, ആൽഗയല്ല, തിരിഞ്ഞു പോകരുത്. അതൊന്നും പേര് വെച്ച് നിങ്ങൾ നോക്കരുത്. ആൽഗോഫോബിയ ഞാൻ എടുത്തു പറഞ്ഞു, വേദനയെ പേടിയുള്ളതിനെയാണ് നമ്മൾ ആൽഗോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് പെയിൻ. അപ്പം ഫിയർ ഓഫ് പെയിൻ, ഇത് 2 തവണ നമ്മൾ പെയിൻ എഴുതി അല്ലേ, അതുകൊണ്ടാണ് നമ്മുടെ മാൻ അവിടെ വരാഞ്ഞത്. ഓക്കെ, നമുക്ക് ഇവിടെ മാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. മാൻ്റെ നമ്പർ ഇവിടെ 8 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ആൽഗോഫോബിയ എന്താണ്? ഫിയർ ഓഫ് പെയിൻ ആണ്. പൈറോഫോബിയ എന്താണ്? പൈറോഫോബിയ എന്താണ്? ഫയർ. PYR എന്നൊക്കെ ഒരു രീതി ആലോചിച്ച് വെച്ചാൽ മതി. പൈറോ എന്ന് പറയുന്ന ആൾറെഡി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫയർ വർക്ക്സ് ആണ് പൈറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പൈറോഫോബിയ ആണ് ഫിയർ ഓഫ് ഫയർ എന്ന് പറയുന്നത്.
ഫയർ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അടുത്ത ഗൈനോഫോബിയ എന്താണ്? ഗൈനക്കോളജിസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? ഫിയർ ഓഫ് വിമനെയാണ് നമ്മൾ ഗൈനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ജസ്റ്റ് ഫോബിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. ഇതിന് ഒരു പാർട്ട് 2ഉം പാർട്ട് 3യും വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത് ഡിഫിക്കൽറ്റി വളരെ കുറഞ്ഞ ഒരു വാക്കുകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ച് ഡിഫിക്കൽറ്റി കൂടിയ മീഡിയവും അഡ്വാൻസ് ലെവലുമായിട്ടുള്ള കുറച്ച് വാക്കുകളും നമുക്ക് വേണം. ഓക്കെ, സോ സ്റ്റേറ്റിലുള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഈ വാക്കുകളൊക്കെ തന്നെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിന്റെ ടഫ്നെസ് കൂടാറുണ്ട്. സോ ആ ഒരു കേസിലാണ് നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിലേക്കും കൂടെ ഒന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ താങ്ക് യു.